ഹലോ, മജീദ് കേൾക്കാവോ? എന്നെ കേൾക്കാവോ? കേൾക്കാം, ക്ലിയർ ആണ്. ഓക്കെ സാർ, ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വെള്ളിയാഴ്ച ദിവസം നമസ്കാരം. വളരെ മനോഹരമായിട്ടുള്ള വീക്കെൻഡിലെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച. ജീവിതത്തിൽ മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ ആശയം കേൾക്കുന്നതിനും ആ ആശയം ഏത് രീതിയിൽ വർക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ച് പഠിക്കുന്നതിനും അത് ജീവിതത്തിൽ പകർത്തുന്നതിനും വേണ്ടി ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഏതൊരു നല്ല കാര്യം തുടങ്ങുന്നതിന് മുമ്പും നമുക്ക് ഈ ആശയത്തിൽ ഒത്തുചേരാൻ സാധിച്ച നമുക്ക് അവസരം തന്ന നമ്മുടെ ദൈവത്തെ ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഷജാർ എന്നാണ്. ഇടുക്കി ജില്ലയിലെ അടിമാലിയാണ് എൻ്റെ സ്വദേശം. ഈ ബിസിനസ് ആശയവുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞ മാർച്ച് മാസം 18-ാം തീയതി ഈ ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യുകയും ഈ ബിസിനസ്സിനെ കുറിച്ച് സീരിയസ് ആയിട്ട് ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ ബിസിനസിന്റെ ആശയം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കേരളത്തിനകത്തും പുറത്തും വിവിധ ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുവാനും ഈ ടീമിന്റെ ഗോൾഡ് ലെവൽ റാങ്ക് അച്ചീവ് ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് ഈ ബിസിനസ്സിനെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഇന്ന് ഈ ആശയത്തിന്റെ പ്രസക്തിയെ കുറിച്ച് നമ്മുടെ മെസ്സേജിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ടെതർ ഓഷ്യൻ എന്ന് പറയുന്ന അത്ഭുതം നാളുകളിൽ ലോകത്ത് ചർച്ചയാവാൻ പോകുന്ന ഒരു വിഷയം. അത് ഏത് രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമെന്നും അത് ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് ഒട്ടനവധി ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡർ ഈ ആശയം നമുക്കിന്ന് നമ്മുടെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയും ഈ ആശയത്തിലൂടെ നല്ല അച്ചീവ്മെന്റ് നേടിക്കൊണ്ടിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ കുറിച്ച് ആധുനിക കാലഘട്ടത്തിൽ ഈ ബിസിനസ് ആശയം ഏത് രീതിയിൽ വർക്ക് ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റും, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രേറ്റ് ലീഡറാണ് നമുക്ക് ഇന്ന് ഈ ആശയം പറഞ്ഞു തരുവാനായിട്ട് നമ്മോടൊപ്പം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി Thank you, Shajar sir. Thank you for a wonderful introduction. വളരെ തിരക്കുകൾക്കിടയിൽ നല്ല മഴ ദിവസം എല്ലാം കൊണ്ടും വിശ്രമിക്കാനും സ്വസ്ഥമായിട്ടിരിക്കാനും ആഗ്രഹിക്കുന്ന സമയം. ഈ സമയത്ത് നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ് ടെക്നോളജിയുടെ സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട്. തീർച്ചയായും ഇവിടെ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യുന്ന നിമിഷങ്ങളായി തീരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു ആശയമാണ്. ഈ ആശയം ലോകത്ത് ഒരു ചർച്ചയായി മാറാൻ പോകുന്നേ ഉള്ളൂ. ചുരുക്കം ചില ആളുകൾക്ക് മാത്രം അറിയാവുന്ന വളരെ വ്യക്തമായ ട്രാൻസ്പെറൻസിയോട് കൂടി നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു മേഖല. നമുക്കറിയാം, ധാരാളം മേഖലകൾ ടെക്നോളജി റിലേറ്റഡ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ മേഖലയിലെല്ലാം തന്നെ ലാഭനഷ്ട സാധ്യതയുടെ പുറകെ നമ്മൾ സഞ്ചരിച്ചിട്ടുമുണ്ട്. ലാഭം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോഴും എന്റെ റിസൾട്ട് ഒരുപക്ഷെ വലിയ നഷ്ടമായി തീർന്ന അവസ്ഥയും പലപ്പോഴും എക്സ്പീരിയൻസിൽ നമ്മുടെ മുമ്പിലുണ്ട്. ആ മേഖലയിലെല്ലാം തന്നെ നമ്മൾ ഏറ്റെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ മെസ്സേജുകളും കിട്ടിയ ഇൻഫോർമേഷൻസും എല്ലാം അത് വളരെ സജീവമായി മുന്നോട്ട് പോകും, വളരെ നേട്ടങ്ങൾ നമുക്ക് നേടിത്തരും എന്ന് തന്നെയായിരുന്നിരിക്കാം. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്ത ചില പ്രത്യേകതകൾ, ഒരുപക്ഷെ
നമ്മൾ ഈ ഒരു ആശയത്തെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ, ആ ആശയത്തിന്റെ പ്രത്യേകതയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും ഈ മേഖല നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിന് സാധിക്കട്ടെ, അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രസന്റേഷനിലേക്ക് കടക്കുകയാണ്. ഈ സബ്ജക്റ്റ് വുഡ എന്ന് പറയുന്ന പുതിയൊരു സെഗ്മെന്റ് ആണ്. വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ് എന്ന ഒരു സെഗ്മെന്റ്. ആ സെഗ്മെന്റിൽ നമുക്ക് ചെതറോഷൻ വിർച്വൽ അസറ്റ്, ടോവ എന്നൊരു അസറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ അസറ്റ് വലിയ നേട്ടങ്ങൾക്ക് കാരണമായി തീരാവുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണ്. ഏറ്റവും വലിയ പ്രത്യേകത, വുഡ ടെക്നോളജിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ മേഖലയിൽ വരുന്ന അസറ്റുകളുടെ വില ഒരിക്കലും കുറയില്ല എന്നുള്ളതാണ്. ടോവ വില ഒരിക്കലും കുറയാത്ത ഒരു സബ്ജക്റ്റ് ആണ്. ടോവയുടെ വില ഇതുവരെ കുറഞ്ഞിട്ടില്ല, ഇനിയിട്ട് കുറയാനും പോകുന്നില്ല. എന്തുകൊണ്ട് കുറയുന്നില്ല? ഈ ചോദ്യത്തിന് ഉത്തരം കൃത്യമായി കിട്ടിയാൽ തീർച്ചയായും വുഡ സെഗ്മെന്റിൽ വരുന്ന ടോവയിലൂടെ വലിയ നേട്ടങ്ങൾ നമുക്കും സ്വന്തമാക്കാം. www.chetherocean.com എന്ന വെബ്സൈറ്റിലൂടെ ഇതിന്റെ ആധികാരികമായ ഇൻഫർമേഷൻസ് നമുക്ക് കളക്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഈ സബ്ജക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ 2024 മാർച്ച് കാലഘട്ടങ്ങളിലാണ് ഈ സബ്ജക്റ്റ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. കൃത്യമായി പറഞ്ഞാൽ മാർച്ച് 20. മാർച്ച് 21 മുതൽ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ ലോകത്ത് നടക്കാൻ തുടങ്ങി. ആ ട്രാൻസാക്ഷൻസ് ഓരോന്നും ഇന്ന് നമുക്ക് പരിശോധിക്കാം, ഇനി 10 വർഷം കഴിഞ്ഞാലും പരിശോധിക്കാം. അത്രയും ട്രാൻസ്പെറൻസി വെച്ചിട്ടാണ് ഈ സിസ്റ്റം മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിലൊരു മിറാക്കിൾ മാത്തമാറ്റിക്കൽ ഫോർമുലയുണ്ട്. ആ ഫോർമുല അനുസരിച്ച് ഒരിക്കലും ഇതിന്റെ വില കുറയുന്നില്ല. നെവർ ഡിക്രീസ് ദ വാല്യൂ. പ്രൈസ് ഇൻക്രീസ് ഓൺ ബൈ ആൻഡ് സെൽ. വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും വില കൂടിക്കൊണ്ടേയിരിക്കും. ഇത് 100% ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് ആണ്. ഒരു കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാമുമാണ്. ഇവിടുത്തെ ബയേഴ്സും സെല്ലേഴ്സും എല്ലാം ഈ കമ്മ്യൂണിറ്റി ഉള്ളിൽ തന്നെയാണ് കടന്നു വരുന്നത്. അവർ കൈകാര്യം ചെയ്യുന്ന ഒരു വിർച്വൽ അസറ്റ് മാത്രമാണ് ടോവ, ചെതറോഷൻ വിർച്വൽ അസറ്റ്. നമ്മൾ ഇതുവരെ കണ്ട പ്ലാറ്റ്ഫോമിലെല്ലാം നമ്മൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്, ചില ക്ലീഷ ചോദ്യങ്ങൾ, റിപ്പീറ്റ് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ. വൈറ്റ് പേപ്പർ, എക്സ്ചേഞ്ച്, ലിസ്റ്റിംഗ്, ഫ്യൂച്ചർ ആസ്പെക്ട്സ്, യൂട്ടിലിറ്റി പ്രോഗ്രാംസ്, ഇതൊന്നും ഈ സബ്ജക്റ്റിന് ഇല്ല. കാരണം ഇതൊരു വുഡ സെഗ്മെന്റ് എന്ന് പറയുന്ന ഒരു പുതിയ മേഖലയാണ്. ഇവിടെ ഇത് ലിസ്റ്റിൽ എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യപ്പെടും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തി ഇല്ല. ഇതൊരു ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റേ അല്ല. എന്നാൽ ക്രിപ്റ്റോ കറൻസിയായ USDT ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇത് വാങ്ങാനും വിൽക്കാനും സാധിക്കുക. USDT കൊടുത്ത് നമുക്ക് വാങ്ങാം, നമുക്ക് കൊടുക്കുമ്പോൾ തിരിച്ച് USDT ആയിട്ട് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതിനുവേണ്ടി ടോക്കൺ പോക്കറ്റ് എന്ന് പറയുന്ന ഡീസെൻട്രലൈസ്ഡ് ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിക്കണം. ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ നമുക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. റഗ്പുൾ ഇല്ല എന്ന് അടിവരായിട്ട് പറയാൻ പറ്റുന്ന ഒരു പ്രൊജക്ട്. മാനിപ്പുലേഷൻസ് ഒന്നുമില്ലാത്ത രൂപത്തിൽ കഴിഞ്ഞ 15 മാസമായിട്ട് സിസ്റ്റം വളരെ ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ പോകുമ്പോൾ 2024 ഈ സിസ്റ്റം തുടങ്ങുന്ന സമയം ഏതൊരു ആൾക്കും ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് മാറാം $20 ഉപയോഗിച്ച്. 2025 അതേ $20 തന്നെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ളൂ. $1000 റേഞ്ചിലുള്ള ഏത് എമൗണ്ട് കൊണ്ടും ഇതിന്റെ ബേസ് പ്ലാറ്റ്ഫോമായ വുഡയിൽ നമുക്ക് യൂണിറ്റ്സ് വാങ്ങാം. വാങ്ങുമ്പോൾ 35% വിലയുള്ള യൂണിറ്റ് മാത്രമേ അന്ന് കിട്ടൂ. ഇന്നും $20 ഉപയോഗിച്ച് നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ അതിന് 35% വിലയുള്ള യൂണിറ്റ് നമുക്ക് തരും. അപ്പോ $20 35% $7 ആണ്. $7 നിന്ന് വേണം ഇതിന്റെ ഗ്രോത്ത് സ്റ്റാർട്ട് ആകാൻ. ഒരുപാട് പേർ ആ ഗ്രോത്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ? ഇനി 2025 വരുമ്പോൾ 2025 മാർച്ച് 18 ഓപ്പൺ ആയ ടോവ ആൻഡ് മാർക്കറ്റ് പ്ലേസ് എന്ന ആഡ് ഓൺ പ്രൊജക്ട്. അതിൽ ടോവ ഒരു സ്മാർട്ട് കോൺട്രാക്ട് ആണ്, ഇനീഷ്യൽ കോയിൻ ഓഫർ ആണ്, ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിട്ടാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ആ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ബേസ് പ്ലാറ്റ്ഫോമിൽ 35% വില യൂണിറ്റ്സ് വരുമ്പോൾ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് 100% വിലയുള്ള യൂണിറ്റ്സ് കിട്ടും. അപ്പൊ $1000 കൊണ്ട് വാങ്ങിയാൽ ബേസ് പ്ലാറ്റ്ഫോമിലാണെങ്കിൽ $350 യൂണിറ്റ്സ് കിട്ടും. അതേസമയം ടോവയിലാണെങ്കിൽ $1000 യൂണിറ്റ്സും കിട്ടും.
ആ യൂണിറ്റ്സ് നമുക്ക് ലാഭത്തിൽ സെല്ല് ചെയ്യാം. സെല്ല് ചെയ്യുന്നത് ഒരു മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. നമ്മൾ സെല്ലറായിട്ട് വരുമ്പോൾ വേറൊരു ബയർ അവിടെ വാങ്ങിയിട്ട് പോകും. ഇവിടുത്തെ ബയറും സെല്ലറും എല്ലാം ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളാണ്. സോ സിസ്റ്റം അതിന്റെ വ്യക്തമായ ഒരു പിക്ചർ നമുക്കിവിടെ തന്നു കഴിഞ്ഞു. ഈ പിക്ചറിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില മാത്തമാറ്റിക്കൽ ഫോർമുലകളുണ്ട്. ഒന്ന്, വുഡയുടെ പ്രൈസ് അത് എത്രയാണോ അതിന്റെ 5 ഇരട്ടിയായിരിക്കും ടോവയിലെ പ്രൈസ്. അപ്പൊ വുഡയുടെ പ്രൈസ് 0.10 എന്നാണെങ്കിൽ ടോവയുടെ പ്രൈസ് 0.50 എന്നായിരിക്കും. വുഡയുടെ പ്രൈസ് $1 എന്നാണെങ്കിൽ ടോവയുടെ പ്രൈസ് $5 എന്നായിരിക്കും. ആ ഒരു ബേസ് കാൽക്കുലേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായേ പറ്റൂ. വുഡ ടെക്നോളജിക്ക് വേണ്ടിയുള്ള അടിസ്ഥാനപരമായ ഒരു കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ചോദ്യം, വുഡയുടെ പ്രൈസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? അതാരാണ് ഫിക്സ് ചെയ്യുന്നത്? അതിന് വ്യക്തമായ കാൽക്കുലേഷൻ ഉണ്ട്. ലിക്വിഡിറ്റി ഡിവൈഡഡ് ബൈ യൂണിറ്റ് നമ്പർ. ടെതറോഷ്യൻ ലിക്വിഡിറ്റി എത്രയാണോ, ടെതറോഷ്യന്റെ യൂണിറ്റ് നമ്പർ എത്രയാണോ, ആ ലിക്വിഡിറ്റിയെ യൂണിറ്റ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രമേ ടെതറോഷ്യന്റെ പ്രൈസ് വരൂ, വുഡയുടെ പ്രൈസ് വരൂ. ഇപ്പോ ഞാൻ ഇന്ന് വൈകിട്ട് 5:12 എടുത്ത സ്റ്റേറ്റ്മെന്റ് പ്രകാരം $4,16,362.9293 ടെതറോഷ്യൻ ഫൈനൽ ലിക്വിഡിറ്റി ആയിട്ടുള്ളത്. ആ സമയം വരെയുള്ള യൂണിറ്റുകളുടെ എണ്ണം 1,87,671.7171 ആണ്. അതുകൊണ്ട് തന്നെ ടെതറോഷ്യൻ പ്രൈസ് $2.213 ആണ്. ടോവയുടെ പ്രൈസ് $11.06 എന്നാൽ 2024 മാർച്ച് 20 ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ലിക്വിഡിറ്റി വെറും 0 യൂണിറ്റ് നമ്പർ 0 ടെതറോഷ്യൻ പ്രൈസ് 0.01 എന്നായിരുന്നു. അവിടെ ചോദ്യമുണ്ട്, അതെങ്ങനെ സാധ്യമാകും? 0/0 അല്ലേ? ശരിയാണ്. പക്ഷെ ഒരു വാല്യൂ നിർണ്ണയിക്കപ്പെട്ടാൽ മാത്രമേ ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇനീഷ്യൽ സെറ്റ് ചെയ്ത 0.01 അതൊരു സെറ്റ് ചെയ്തൊരു സംഖ്യ മാത്രമാണ്. പക്ഷെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ട്രാൻസാക്ഷനെ ബേസ് ചെയ്ത് ലിക്വിഡിറ്റിയിൽ പണം വരാൻ തുടങ്ങി. അതിന് ആനുപാതികമായ യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഗ്രോ ചെയ്താണ് ഇന്ന് കാണുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം എത്തി നിൽക്കുന്നത്. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാൽക്കുലേഷൻ ആണ് ഈ സിസ്റ്റം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ കാൽക്കുലേഷനെ നമുക്കൊന്ന് പഠിക്കാം ഇന്നത്തെ ഈ സൂം പ്രോഗ്രാമിലൂടെ. എന്താണ് ഈ കാൽക്കുലേഷനിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമുക്കൊന്ന് ശ്രമിക്കാം. ഇന്ന് വൈകിട്ട് 5:12 സ്റ്റേറ്റ്മെന്റ് പ്രകാരം 9,569 വാലറ്റുകൾ ഈ സിസ്റ്റം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ എന്റെയും വാലറ്റ് ഉണ്ട്, എനിക്ക് തന്നെ 3 വാലറ്റ് ഉണ്ട്. ഇങ്ങനെ ഒരാൾക്ക് എത്ര വാലറ്റ് വേണമെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാവുന്ന രൂപത്തിലാണ് ഈ സിസ്റ്റം ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഈ വാലറ്റുകളെല്ലാം ട്രാൻസാക്ഷന് വേണ്ടി തയ്യാറാകുന്ന വാലറ്റുകളാണ്. ഇവിടുത്തെ ട്രാൻസാക്ഷൻ ബൈയും സെല്ലുമാണ്. ഒരു പുതിയ റെഫറൻസ് ആകാം. ഏത് ആക്ടിവിറ്റി നടന്നാലും ഈ സിസ്റ്റത്തിൽ വില കയറുക മാത്രമേ ചെയ്യൂ. ഞാനൊരു ഉദാഹരണം പറയുകയാണ്. 9,569 വാലറ്റിൽ ഒരു 1/3 വാലറ്റ്, ഒരു 1/3 വാലറ്റുകൾ ഒരു $200 ഒരു പുതിയ റെഫറൻസ് കൊണ്ടുവരുന്നു എങ്കിൽ ഏകദേശം $6,37,800 ടേൺ ഓവർ നടക്കും. ഇത് നടക്കാൻ ആവശ്യമായ ദിവസങ്ങൾ എത്രയാണ്? ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം നടക്കും, ഒരു മണിക്കൂറാണെങ്കിൽ ഒരു മണിക്കൂർ നടക്കും. കാരണം ചെയ്യുന്നത് ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റുകളിലാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് ഈ വാലറ്റ് ഓണേഴ്സ് ഉള്ളത്. അവരുടെ വാലറ്റുകൾ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ടോട്ടൽ സിസ്റ്റത്തിലേക്ക് $6,37,800 ടേൺ ഓവർ സംഭവിക്കുന്നു. അതിന്റെ 40% ടോവ യൂണിറ്റ് സിസ്റ്റമാണ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നത്. ഏതാണ്ട് $2,55,120 യൂണിറ്റ്സ്. ആ യൂണിറ്റിന് 20% ടെതറോഷ്യന്റെ ലിക്വിഡിറ്റിയിലേക്ക് ആഡ് ചെയ്യപ്പെടും, $51,024. അപ്പോ ഇപ്പോൾ ലിക്വിഡിറ്റി 4,17,362 ആണെങ്കിൽ അതിന്റെ കൂടെ $51,024 ആഡ് ചെയ്യപ്പെടുമ്പോൾ 4,66,386.9293 യൂണിറ്റ്സ് ആയിട്ട് ഡോളർ ലിക്വിഡിറ്റി കൂടി. എന്നാൽ ടെതറോഷ്യൻ കോയിന്റെ എണ്ണത്തിൽ യാതൊരു മാറ്റവും വരില്ല. കാരണം ടെതറോഷ്യന്റെ കോയിന്റെ എണ്ണത്തിൽ മാറ്റം വരണമെങ്കിൽ ടെതറോഷ്യൻ പ്ലാറ്റ്ഫോമിൽ ഒരു ബൈയോ സെല്ലോ നടക്കണം. സിസ്റ്റം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്.
ബൈ നടക്കുമ്പോൾ 52% ലിക്വിഡിലേക്ക് ആഡ് ചെയ്യപ്പെടും. പകരം 35% വരെയുള്ള യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. വിൽക്കുമ്പോൾ 100% യൂണിറ്റ് ബേൺ ചെയ്തു പോകും. പകരം കൊടുക്കേണ്ട പേയ്മെന്റ് 90% ലിക്വിഡിറ്റി കൊടുക്കുകയും ചെയ്യും. സോ ബൈയും സെല്ലും ടെതർ ഓഷൻ പ്ലാറ്റ്ഫോമിൽ നടന്നാൽ മാത്രമേ യൂണിറ്റിന്റെ എണ്ണത്തിൽ മാറ്റം വരൂ. എന്നാൽ ടോവയിൽ നിന്ന് ടേൺ ഓവർ നടക്കുമ്പോഴെല്ലാം ലിക്വിഡിറ്റി ആഡ് ചെയ്യപ്പെടുന്നുണ്ട്, പകരം കോയിൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. സോ ഈ പ്രോസസ് നടന്നപ്പോ, അതായത് ഇപ്പോഴുള്ള വാലറ്റിൽ ഒരു മൂന്നിലൊന്ന് വാലറ്റ് കൊണ്ട് ഒരു $200 ട്രേഡ്, ഒരു പുതിയൊരു എൻട്രി, ഒരു പുതിയ റെഫറൻസ് എന്തുമായിക്കൊള്ളട്ടെ, അത് നടന്നാൽ $4,66,386 ആയിട്ട് ലിക്വിഡിറ്റി സഡൻ ഇൻക്രീസ് ആകും. അതനുസരിച്ച് പ്രൈസ് 2.213 എന്നുള്ളത് 2.485 ആയിട്ട് മാറും. അതനുസരിച്ച് ടോവയുടെ പ്രൈസ് 12.425 മാറും. സോ $11.06 നിൽക്കുന്ന സമയത്ത് വാങ്ങിയ ഒരാൾക്ക് ആ യൂണിറ്റിന്റെ വില 12.425 മാറി. കണ്ടോ, പ്രൈസ് ജമ്പ് ആകാൻ ഈ സിസ്റ്റത്തിൽ ആക്ടിവിറ്റി മാത്രം വന്നാൽ മതി. ആക്ടിവിറ്റി എന്താണ്? ബൈയും സെല്ലും. ആരാണ് ബൈയും സെല്ലും നടത്തുക? ഈ സിസ്റ്റത്തിലെ വാലറ്റ് ഹോൾഡേഴ്സ്. 9,569 വാലറ്റുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വാലറ്റിൽ മാത്രമാണ് ആക്ടിവിറ്റി ആവശ്യമുള്ളൂ. ഈ വാലറ്റുകളെല്ലാം 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ സിസ്റ്റത്തിന്റെ എല്ലാ ആക്ടിവിറ്റിയും ഡീസെൻട്രലൈസ്ഡ് ആണ്. ഈ സിസ്റ്റമേ ടോട്ടൽ ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇവിടെ ഈ ടേൺ ഓവർ നടക്കുമ്പോൾ അതിന്റെ 60% പണമുണ്ട്. 40% പണം മാത്രമേ സിസ്റ്റം ഇഷ്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി 60% പണം അത് മാർക്കറ്റ് പ്ലേസിൽ ഈ യൂണിറ്റ് സെല്ല് ചെയ്യാനിട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബയേഴ്സ് ആയിട്ടാണ് മാറുക. അവിടെ സെല്ലർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ബയർ ഉണ്ട്. സോ $6,37,800 ബൈ ഓർഡറുകൾ അവിടെ കംപ്ലീറ്റ് ചെയ്യപ്പെടും. നോക്കൂ, എത്ര സിമ്പിൾ ആയിട്ടാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് ക്ലെയിം ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ പകുതി വീണ്ടും റീബൈ ചെയ്യപ്പെടും. അത് ക്ലെയിം ചെയ്ത് കിട്ടിക്കഴിയുമ്പോൾ അതിന്റെ പകുതി വീണ്ടും റീബൈ ചെയ്യപ്പെടും. ഈ സിസ്റ്റം വളരെ വ്യക്തമായ ഒരു ലോജിക്ക് വെച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ അറിയണം എന്താണ് ക്ലെയിം, എന്താണ് റീബൈ, എന്തിനാണ് റീബൈ, എന്താണ് ക്ലെയിം, എങ്ങനെയാണ് ക്ലെയിം കിട്ടുക, എങ്ങനെയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ പ്രോസസ് എല്ലാം നമ്മൾ അറിഞ്ഞാൽ 100% ഷുവർ ആണ് ടോവ ഒരു പവർഫുൾ സബ്ജക്റ്റ് ആണ്, നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇവിടെ സിസ്റ്റം ചെയ്യുന്ന ജോലി ഒരു സിംഗിൾ ബൈ എന്ന് പറയുന്നത്, നമ്മളൊന്ന് ബൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന്റെ 40% കൊണ്ട് സിസ്റ്റത്തിൽ നിന്ന് യൂണിറ്റ്സുകൾ ഇഷ്യൂ ചെയ്യപ്പെടും. 60% കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് യൂണിറ്റ് ഇഷ്യൂ ചെയ്യപ്പെടും. ഉദാഹരണം, $200 ബൈ ചെയ്യുമ്പോൾ $80 സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നും $120 മാർക്കറ്റ് പ്ലേസിൽ നിന്നും സിസ്റ്റം വാങ്ങും. $5,000 കൊണ്ട് ബൈ നടക്കപ്പെട്ടാൽ $2,000 ടോവയിൽ നിന്നും $3,000 മാർക്കറ്റ് പ്ലേസിൽ നിന്നും സിസ്റ്റം വാങ്ങും. ഈ വാങ്ങുന്ന പ്രോസസ് എല്ലാം ഇപ്പൊ ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്. റിയൽ ടൈം ബൈ ആൻഡ് സെൽ ആണ്. റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ട് കൊടുക്കുന്ന രൂപത്തിലാണ് സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു ബൈയിലേക്ക് പോയാൽ സിസ്റ്റം സെയിം ടൈം എനിക്ക് ആ യൂണിറ്റ്സ് ഇഷ്യൂ തരും. 40% സിസ്റ്റത്തിൽ നിന്നും 60% മാർക്കറ്റ് പ്ലേസിൽ നിന്നും. അവിടെ റിയൽ ടൈം മാർക്കറ്റ് പ്ലേസിലെ ആ സെല്ലർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ടാകും. ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് പേയ്മെന്റ് കിട്ടും. പക്ഷേ സെല്ലർ ആ പേയ്മെന്റ് കിട്ടിയെന്ന് അറിഞ്ഞ് ക്ലെയിം ചെയ്യാൻ സമയമെടുത്താൽ ആ സമയം കഴിഞ്ഞാൽ മാത്രമേ അയാൾക്ക് പേയ്മെന്റ് കിട്ടൂ. സിസ്റ്റത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല. റിയൽ ടൈം ആയിട്ട് ബൈയും സെല്ലും നടക്കുന്ന ഒരു സിസ്റ്റം തന്നെയാണ്. അതേസമയം റിയൽ ടൈം അഫിലിയേറ്റ് പേ ഔട്ടും ഈ സിസ്റ്റം കൊടുക്കുന്നുണ്ട്. ഏകദേശം 60% പണം ഈ സിസ്റ്റം പേ ഔട്ട് ആയിട്ട് കൊടുക്കുകയാണ്. സോഷ്യൽ മാർക്കറ്റിംഗ് കരിയറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സുഹൃത്തുക്കൾ ഈ മീറ്റിംഗ് ഹാളിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നുണ്ടാകും. 60% പേ ഔട്ട് കൊടുക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് കൈ നിറയെ പണം സമ്പാദിക്കാം. കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഈ സിസ്റ്റത്തിലുണ്ട്. ഈ ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കണം. ഇവിടെ എന്തെല്ലാം ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്? ഒന്ന്, നമ്മൾ വാങ്ങുന്ന ടോവ യൂണിറ്റ് 40% പണം സിസ്റ്റത്തിൽ നിന്നാണ് കിട്ടുന്നത്. അത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി ഉണ്ട്? ആ പണത്തിൽ കിട്ടിയ യൂണിറ്റ് 30% വില എത്തുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. 30% വില എത്തുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. $100 വാങ്ങിയാൽ $130 എത്തുമ്പോൾ സെല് ചെയ്യാം. $1,000 വാങ്ങിയാൽ $1,300 എത്തുമ്പോൾ സെല് ചെയ്യാം. അപ്പോ 1,200 എത്തിയ സെല് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. 1,300 എത്തിയാലേ സെല് ചെയ്യാൻ പറ്റൂ. അപ്പൊ അടുത്ത ചോദ്യം, 1,350 ആയി. അതുകൊണ്ട് കാര്യവുമില്ല.
1300 മാത്രമേ എടുക്കാൻ പറ്റൂ. ഒരു ട്രേഡിൽ നിന്ന് 30% ലാഭമാണ് ഈ സിസ്റ്റം നമുക്ക് തരുന്നത്. ഒരു ട്രേഡിൽ നിന്ന് 30% ലാഭം. പക്ഷെ അത് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. കാരണം സാധാരണ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലെല്ലാം ഒരുപാട് പേർ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപക്ഷെ മീറ്റിങ്ങുകളിലും ഉണ്ടാകും. അവരുടെ വർഷങ്ങളുടെ ട്രേഡിംഗ് എക്സ്പീരിയൻസിൽ 30% ലാഭം എന്നൊക്കെ പറഞ്ഞാൽ വലിയൊരു ഫിഗർ ആണത്. തീർച്ചയായും ടെതർ ഓഷ്യൻ പ്ലാറ്റ്ഫോം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഒരു ട്രേഡിൽ നമുക്ക് 30% ലാഭം എടുക്കാൻ സാധിക്കും. കഴിഞ്ഞില്ല, ആ എമൗണ്ടിന്റെ 300% ഇൻകം ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും റെഫറൻസിലൂടെ. അപ്പൊ റെഫറൻസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ 30% ലാഭം കിട്ടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് 300% ഇൻകം വേണമെങ്കിൽ വിഡ്രോ ചെയ്തെടുക്കാം. ഇവിടെ ആ ഇൻകത്തിൽ നമ്മൾ ഫോക്കസ് ചെയ്താൽ സിസ്റ്റത്തിന്റെ ഗ്രോത്തിന്റെ സ്പീഡ് കൂടും. ഈ സിസ്റ്റത്തിലുള്ള 9569 വാലറ്റുകളും ഇന്നൊരു റെഫറൻസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ 9569 പ്രാവശ്യം ഇന്ന് വില കൂടിയെന്നർത്ഥം. ഒരു റെഫറൻസിലേക്ക് പോയാൽ മതി. അത്രയും ഗ്രോത്ത് റേറ്റിലേക്ക് ഈ സിസ്റ്റം മാറും. സോ ആ വാലറ്റിലെല്ലാം അവരുടെ ഇൻകം അവർക്ക് ഇപ്പോൾ തന്നെ വിഡ്രോ ചെയ്യാം. പക്ഷെ അവർ വാങ്ങിയ ടോവ യൂണിറ്റ് 30% എത്തുമ്പോഴേ സെല് ചെയ്യാൻ സാധിക്കും. സോ ബുദ്ധിപരമായ ഈ സിസ്റ്റത്തെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉപയോഗിക്കുക. 30% അതാവട്ടെ, ആ സമയത്ത് സെല് ചെയ്യാമല്ലോ. പക്ഷെ ഇന്ന് എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്ന 300% എനിക്കൊന്ന് ഫോക്കസ് ചെയ്യാം. ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പറ്റം ആൾക്കാർ ഇന്ന് മാർക്കറ്റിൽ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി ഏറ്റെടുക്കുകയാണ്. കഴിഞ്ഞില്ല, നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റും 30% ലാഭത്തിലെത്തുമ്പോൾ നമുക്ക് സെല് ചെയ്യാം. ടോവയിൽ നിന്ന് സിസ്റ്റത്തിൽ നിന്ന് വാങ്ങിയ യൂണിറ്റ് ആണെങ്കിലും മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയ യൂണിറ്റ് ആണെങ്കിലും സെല്ല് ചെയ്യപ്പെടുന്നത് മാർക്കറ്റ് പ്ലേസിൽ തന്നെയാണ്. അവിടെ സെല്ല് ചെയ്യുമ്പോൾ ഒരു 4% ഫീസ് നമ്മൾ കൊടുക്കണം. ആ 4%ന്റെ 300% ഇൻകം ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യുകയും ചെയ്യാം. നോക്കൂ, വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്സ് ഫോർമുല, ഒരു ലോജിക്കൽ തിങ്കിങ് ഈ സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ മൂവ്മെന്റ്, അതിന്റെ ഒരു ഫ്ലോ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ആ ബ്രില്യൻസ് നമുക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ സാധിക്കും. ആ ബ്രില്യൻസ് നമുക്ക് ക്ലിക്ക് ആവുമെങ്കിൽ ഈ സിസ്റ്റം ഇനി വരാൻ പോകുന്ന ഡെവലപ്മെന്റ് സാധ്യതയുടെ ഒരു പൊട്ടൻഷ്യൽ ബോധ്യപ്പെട്ട് ഇറങ്ങി തിരിച്ചാൽ ലൈഫിൽ ഒരു മിറാക്കിൾ പ്രൊജക്റ്റ് ആയിട്ട് ടെതർ ഓഷ്യനെ നമുക്ക് മാറ്റിയെടുക്കാം. ആരാണത് യൂസ് ചെയ്യുന്നത് അവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആകും, തർക്കമില്ല. ഇന്നത് യൂസ് ചെയ്യുന്ന ആൾക്കാർ ആ മാറ്റം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഇവിടെ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമുണ്ട്. ഒരു സെൽ കംപ്ലീറ്റ് ആയാൽ അടുത്ത സെൽ ഓർഡർ കൊടുക്കണമെങ്കിൽ നമ്മൾ സെല്ല് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിന്റെ 50% കൊണ്ട് റീബൈ ചെയ്തേ പറ്റൂ. എങ്കിൽ മാത്രമേ അടുത്ത സെൽ ഓർഡർ കൊടുക്കാൻ പറ്റൂ. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഒരു സിസ്റ്റം, അതൊരു ട്രഡീഷണൽ സിസ്റ്റം ആയിക്കൊള്ളട്ടെ, ഒരു ടെക്നോളജി സിസ്റ്റം ആയിക്കൊള്ളട്ടെ, അതിൽ വന്നൊരു സംഖ്യ, ആ സംഖ്യ ആ സിസ്റ്റത്തിൽ കുറച്ചു കാലം കിടന്ന് കറങ്ങിയാൽ മാത്രമേ ഒരു പ്രോഫിറ്റ് ജനറേഷൻ സംഭവിക്കൂ. നമ്മളൊരു ഷോപ്പ് തുടങ്ങി, 10 ലക്ഷം രൂപ മുടക്കിയാണ് തുടങ്ങിയത്. ഇന്ന് 10 ലക്ഷം മുടക്കി, ഇന്ന് ഇനാഗുറേഷൻ ആയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ആ പണം എടുത്തിട്ട് നമ്മൾ പോകാൻ തീരുമാനിച്ചാൽ അത് മുന്നോട്ട് പോകില്ല, ആ സിസ്റ്റം പോകില്ല. അല്ലെങ്കിൽ ഡെയിലി കിട്ടുന്ന വരുമാനം നമ്മൾ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ആ സിസ്റ്റം ലോങ് ടൈമിൽ റൺ ആകില്ല. റൺ ആകണമെങ്കിൽ ആ പണം അവിടെ കിടന്ന് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യപ്പെടണം, റീപ്രൊഡക്ഷന് വിധേയമാകണം, റീസൈക്ലിങ്ങിന് വിധേയമാകണം. സോ ഈ പ്രോസസ് ഒരു റീബൈ പ്രോസസ്സിലൂടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നു. സോ ബൈ ആൻഡ് സെൽ പ്രോസസ്സിലൂടെ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മാത്തമാറ്റിക്കൽ അൽഗോരിതം ഇന്ന് ടെതർ ഓഷ്യൻ പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ അൽഗോരിതം ഉപയോഗിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു ട്രേഡ് 30% ലാഭത്തിലാണ് എക്സിറ്റ് ആകുന്നത്. ഒരിക്കലും വില കുറയുന്നില്ല, ഒരിക്കലും വില കുറയുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും നഷ്ടം വരികയുമില്ല. സാധാരണ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലെല്ലാം ട്രേഡ് ചെയ്യുന്നവർ ക്യാൻഡിൽ നോക്കുന്നുണ്ട്, ന്യൂസ് നോക്കുന്നുണ്ട്, ട്രെൻഡ് നോക്കുന്നുണ്ട്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നോക്കുന്നുണ്ട്, ലോക്കൽ പൊളിറ്റിക്സ് നോക്കുന്നുണ്ട്. ഒരുപാട് ഘടകങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് ട്രേഡ് എടുക്കുക. അതിനാവശ്യമായി ടിപ്പുകൾ കിട്ടുന്നുണ്ടാകും. പക്ഷെ ഈ ടിപ്പുകളും ഇതെല്ലാം വാച്ച് ചെയ്ത് നോക്കുമ്പോഴും ഒരു ചലഞ്ച് അവരുടെ മുമ്പിലുണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നിലവിലുള്ള മാർക്കറ്റ് പ്ലേസിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. എല്ലാം കാൽക്കുലേറ്റ് ചെയ്താലും അവർ എക്സ്പെക്ട് ചെയ്യാത്ത രൂപത്തിൽ മാർക്കറ്റ് പോകുന്ന ഒരു സാഹചര്യം അവർക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ട്. ഇന്ന് ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ നഷ്ടം സംഭവിക്കുന്നത്? വെയിൽസ് പ്ലേ ചെയ്യുമ്പോൾ,
വലിയ ഹോൾഡേഴ്സ് ഈ സിസ്റ്റത്തിൽ ബൾക്ക് ബൈക്കിലേക്കോ ബൾക്ക് സെല്ലിലേക്കോ വരുന്ന സാഹചര്യം ഉറപ്പായിട്ടും മാർക്കറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടും. എന്നാൽ ടെതറോഷ്യൻ ടോവ മാർക്കറ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ ഒരു ഇൻഫ്ലുവൻസേഴ്സിനും ഇവിടെ സാധ്യതയില്ല. കാരണം ബൾക്ക് ബൈയിങ് എന്ന് പറയുന്നത് ഇതിൽ വില കൂട്ടും, ബൾക്ക് സെല്ലിംഗ് എന്ന് പറയുന്നതും വില കൂട്ടും. സോ മാനിപ്പുലേഷന് ഒരു സ്കോപ്പും ഇല്ലാത്തൊരു മാർക്കറ്റ് പ്ലേസ്. എന്നാൽ നമുക്ക് പരിചയമുള്ള മാനിപ്പുലേഷൻ ഉള്ള മാർക്കറ്റ് പ്ലേസുകളിലെല്ലാം നമ്മൾ ട്രേഡ് ചെയ്ത് പോകുമ്പോൾ ഓരോ ട്രേഡിന്റെയും വോളിയം ടോട്ടൽ എടുത്ത് പരിശോധിച്ചാൽ ഒരു മാസത്തിൽ ഒരുപക്ഷെ $10,000 ഉണ്ടാകാം, ഒരുപക്ഷെ $1 ലക്ഷം ഉണ്ടാകാം, ഒരുപക്ഷെ $10 ലക്ഷം ഉണ്ടാകാം. ഈ $10 ലക്ഷം ടേൺ ഓവർ നമ്മൾ ചെയ്താലും അതിൽ ലാഭമോ നഷ്ടമോ എന്തുമായിക്കൊള്ളട്ടെ, നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഫീസ് ആ പ്ലാറ്റ്ഫോമിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇവിടെയും നമ്മൾ കൊടുക്കുന്നുണ്ട്. 4% ഫീസ്. അത് 30% ലാഭം എത്തി നമ്മൾ വിൽക്കുമ്പോൾ മാത്രമേ ഈടാക്കുന്നുള്ളൂ. വാങ്ങുന്ന സമയത്ത് ഒരു ഫീസും ഇല്ല. സോ ആ ഫീസിൽ നിന്ന് നമുക്കൊരു മന്ത്ലി ഇൻകം കിട്ടുന്ന സാഹചര്യം, അതാണ് ട്രേഡർ പൂൾ ഇൻകത്തിലൂടെ സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ചെയ്യേണ്ടത് മോർ ട്രേഡിംഗ് ആക്ടിവിറ്റി. അപ്പൊ ട്രേഡിംഗ് ആക്ടിവിറ്റി കൂടിയാൽ സിസ്റ്റത്തിന് എന്താ ഗുണം? ഹയർ ലിക്വിഡിറ്റി പെയ്ഡ് ടു ടെതറോഷ്യൻ. ടെതറോഷ്യനിലേക്ക് കൂടുതൽ ലിക്വിഡിറ്റി കയറും. സോ ടോവയുടെ പ്രൈസ് ഇൻക്രീസ് ആകും, എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന സാഹചര്യം ഉണ്ടാകും. സോ ഇൻക്രീസ് സെൽഫ് ഡെയിലി ട്രേഡിംഗ് ബൈ വോളിയം. ദാറ്റ്സ് ഓൺലി ദ റൂൾ ഫോർ ട്രേഡർ പൂൾ ഇൻകം. ട്രേഡർ പൂൾ ഇൻകം കിട്ടാൻ ഒറ്റ കാര്യം മാത്രം ചെയ്യാനുള്ളൂ, ഡെയിലി സെൽഫ് ട്രേഡിംഗ് വോളിയം കൂട്ടിക്കൊണ്ടിരിക്കുക. സിസ്റ്റത്തിന് കിട്ടുന്ന റവന്യൂ എത്രയാണോ അതിന് 20% സിസ്റ്റം ഒരു മന്ത്ലി പേ ഔട്ടിന് വേണ്ടി മാറ്റിവെക്കുന്നു. എന്നിട്ട് ഈ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരു പോയിന്റ് ഇഷ്യൂ ചെയ്യുന്നു. $400 കൊണ്ട് ടോവയിൽ നിന്ന് വാങ്ങിയാൽ, $600 കൊണ്ട് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയാൽ ഒരു പോയിന്റ് കിട്ടും. സോ 40:60 റേഷ്യോ, അതാണ് ഒരു അഫിലിയേറ്റ് പേ ഔട്ട് കൊടുക്കുന്ന ഒരാൾക്ക് സിസ്റ്റം കൊടുക്കുന്നത്. ഒരു അഫിലിയേറ്റിന് റാങ്ക് ഹോൾഡേഴ്സ് ഒന്നുമല്ല, ഒരു അഫിലിയേറ്റ് അദ്ദേഹത്തിന് 400-600 റേഷ്യോയിൽ ബൈ നടത്താം. സോ $1000 ബൈ ഒരാൾ നടത്തിയാൽ ഒരു പോയിന്റ് കിട്ടിയെന്ന് അർത്ഥം. അപ്പൊ അടുത്ത 1000 വാങ്ങിയാലോ 2ാമത് പോയിന്റ് കിട്ടി. അവർ 10,000 കൊണ്ട് വാങ്ങിയാലോ 10 പോയിന്റ് കിട്ടി. കഴിഞ്ഞ മാസം ഒരു പോയിന്റിന്റെ വില എന്ന് പറയുന്നത് $24.74 ഉണ്ടായിരുന്നു. അപ്പൊ ഒരു 10 പോയിന്റ് നേടിയാൽ ഒരു 100 പോയിന്റ് നേടുന്ന സമയം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എത്ര ഡോളറിന്റെ സെൽ ഓർഡർ ഫിനിഷായി? ഒരു $100 മില്യൺ സെൽ ഓർഡർ ടോവൽ ഫിനിഷായി. 100 മില്യന്റെ 4%, $4 മില്യൺ. അതിന്റെ 20% അതാണ് കൊടുക്കുന്ന റവന്യൂ. ഈ ടേൺ ഓവർ ബേസിലുള്ള പോയിന്റ്, ആ റവന്യൂവിനെ പോയിന്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. അതാണ് കഴിഞ്ഞ മാസം $24.74 ഉണ്ടായിരുന്നത്. ഓരോ മാസവും ആ പോയിന്റിന് വില വേറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്ക് എത്ര പോയിന്റ് നേടാൻ സാധിക്കും? അതാണ് നമ്മുടെ ആ മാസത്തെ ട്രേഡർ പൂൾ ഇൻകം. സോ ഒരു മന്ത്ലി ഇൻകം, നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഓരോ ട്രേഡും പ്രോഫിറ്റ് തന്നെ എക്സിറ്റ് ആകുന്നു. സെയിം ടൈം മന്ത്ലി ഒരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഈ മന്ത്ലി ഇൻകം USDT ആയിട്ടാണ് നമുക്ക് തരുന്നത്. സോ ഈ പ്ലാറ്റ്ഫോമിനെ ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വരുന്ന എല്ലാവരും ഒരു $20 കൊണ്ട് ഈ സിസ്റ്റത്തിൽ നിന്ന് ഒരു ബൈ നടത്തണം. $20 കൊണ്ട് ബൈ നടത്തണം. സോ ആ $20 കൊണ്ട് ബൈ നടത്തുമ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് 23% നമുക്ക് ഇൻകം റിലീസായി തരുന്നുണ്ട് 10 ലെവലിലേക്ക്. അപ്പോ ഞാനൊരു റെഫറൻസ് നടത്തുന്നു, എനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, എന്റെ സ്പോൺസർക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇങ്ങനെ മുകളിലേക്കുള്ള 10 ലെവലിൽ ഇൻകം ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. നോക്കൂ എത്ര ബ്യൂട്ടിഫുൾ ആണ് ആശയത്തിന്റെ ഒരു ഡിസൈനിങ് എന്ന്. സോ നമ്മുടെ ഡെപ്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഒരു വലിയൊരു ടീമിനെ, ഒരു ഓർഗനൈസേഷനെ കെട്ടിപ്പടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ കൈ നിറയെ പണം കിട്ടുന്ന ഒരു സാഹചര്യം രജിസ്ട്രേഷനിൽ മാത്രമുണ്ട്. രജിസ്ട്രേഷൻ വെറും $20 കൊണ്ട് ചെയ്താൽ മതി. അതിൽ നിന്ന് $7 യൂണിറ്റ് ആ കസ്റ്റമർക്ക് കിട്ടും. ആ $7 ഗ്രോ ചെയ്ത് 200% എത്തുമ്പോൾ അദ്ദേഹത്തിന് സെല്ല് ചെയ്യുകയും ചെയ്യാം. സോ അദ്ദേഹം ഹാപ്പിയാണ്. ആ $20 ബേസ് ചെയ്ത് ഫസ്റ്റ് ലെവലിൽ കിട്ടുന്നത് 10%, സെക്കൻഡ് ലെവലിൽ 3%, 3, 4, 5 ലെവലിൽ 2% വീതമുണ്ട്, 6, 7, 8 ലെവലിൽ 1% വീതമാണ്, 9, 10 ലെവലിൽ 0.5% ആണ്. കഴിഞ്ഞില്ല, ഇനിയുള്ള ലെവലിലെല്ലാം റാങ്ക് ബോണസ് ഉണ്ട്. 11ാമത്തെ ലെവൽ മുതൽ അൺലിമിറ്റഡ് ലെവലിലേക്ക് റാങ്ക് ഒന്ന് വിൻ ചെയ്താൽ ഫസ്റ്റ് ലെവലിൽ 10 എന്നുള്ളത് 14 മാറും. അത് 26 വരെയായിട്ട് കൂട്ടിയെടുക്കാം. അപ്പോൾ റാങ്കിനെ ബേസ് ചെയ്ത് 26% വരെ ഇൻകം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിൽ എന്ന് പറയുമ്പോൾ, ഒന്ന് സീരിയസ് ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് കൈ നിറയെ പണം സമ്പാദിക്കാം എന്ന കാര്യം വളരെ നിശ്ചയം.
അതെല്ലാം നേടിയെടുക്കാൻ സിസ്റ്റം പറയുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ID വാല്യൂ മിനിമം $100 ആയിരിക്കണം. അയ്യോ, അതെങ്ങനെ പോസിബിൾ ആകും? $20 രജിസ്ട്രേഷൻ ആവശ്യമുള്ളൂ, പിന്നെ ഇങ്ങനെ $100 ആകും? അവിടെയാണ് സിസ്റ്റം പറയുന്നത് $20 രജിസ്റ്റർ ചെയ്തു, ഒരു $200 കൊണ്ട് നിങ്ങൾ ടോവയിൽ നിന്ന് വാങ്ങുന്നു, സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്ന് വാങ്ങുന്നു എങ്കിൽ ആ $200 40% സ്മാർട്ട് കോൺട്രാക്റ്റിൽ നിന്നും 60% മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് വാങ്ങുക. അപ്പൊ $200 40% എത്രയാണ്? $80 ആണ്. സോ $20 രജിസ്ട്രേഷൻ ഉപയോഗിച്ചു, $80 ടോവയിൽ നിന്ന് വാങ്ങി, സോ $100 ആയി. സോ പേഴ്സണൽ ID $100 വാല്യൂ അങ്ങനെ വന്നാൽ മതി. അപ്പോ അതുപോലെ 20-200 ചെയ്യാൻ പറ്റുന്ന ഒരു 5 പേരെ സ്പോൺസർ ചെയ്താൽ സിസ്റ്റം പറയുന്ന എല്ലാ ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ആയി. $100 പേഴ്സണൽ ID ആയി, 5 ഡയറക്റ്റ് റെഫറലായി, $500 ഡയറക്റ്റ് ബിസിനസ് വോളിയവുമായി. ഇവിടെ 10 ലെവൽ ഇൻകത്തിന്റെ എലിജിബിലിറ്റി നമുക്ക് കിട്ടി. ടീം ടേണോവറിന്റെ ബേസിൽ നമുക്ക് റാങ്കിലേക്ക് എത്തും, റാങ്ക് ബോണസ് നമുക്ക് കൂടും. സെയിം ടൈം ടോവയിൽ നിന്ന് വാങ്ങുന്ന എമൗണ്ട് ഉണ്ടല്ലോ, സ്മാർട്ട് കോൺട്രാക്റ്റിൽ വാങ്ങുന്ന 40%, അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു 44% 12 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് സിസ്റ്റം. അതെല്ലാം USDT ആണ്. ലെവൽ 1-ൽ 20%. അപ്പോ $80 20%, $16 നമുക്ക് എന്ത് കിട്ടും എന്ന് ആലോചിച്ച് നോക്കി. എത്ര ബ്യൂട്ടിഫുൾ ആണ് സിസ്റ്റത്തിന്റെ പവർ എന്ന്. അപ്പൊ 2200 സ്ഥാനത്ത് 2000 കൊണ്ട് ചെയ്താലോ $160 കിട്ടും. കേട്ടോ, വരുമാനം പെട്ടെന്ന് കൂട്ടിയെടുക്കാം, ടേൺ ഓവർ കൂടാം. സാധ്യതയുള്ള മേഖലയിൽ പണം മുടക്കാൻ ഇന്ന് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്, ലോകം മുഴുവനും ഉണ്ട്. അവരിലേക്ക് ഈ മെസ്സേജിനെ എത്തിക്കുന്നതിൽ നമ്മൾ വിജയിക്കണം, അത്രമാത്രമേ ഉള്ളൂ. അതിനൊരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. വെറുതെ എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി ടെതറോഷൻ എന്ന സിസ്റ്റം നിങ്ങൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായി സിസ്റ്റം മനസ്സിലാക്കി ചെയ്യാൻ തയ്യാറാണെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടം നമ്മുടേതാണ്. പണം കൊണ്ട് നേടിയെടുക്കാൻ ഈ ലോകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നേടിയെടുക്കാൻ ടെതറോഷൻ ആവശ്യമായ പണം നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഈ സിസ്റ്റത്തെ മനസ്സിലാക്കി ഒന്ന് ഏറ്റെടുക്കുക. വരുന്ന ഓരോ ആൾക്കാരും ഒരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല, ട്രേഡിങ്ങിലൂടെ മാത്രം ഒരു പണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആ ട്രേഡിങ്ങിനെ സീരിയസ് ആയി കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ട്രേഡർ കൂൾ ഇൻകം ഉൾപ്പെടെ എല്ലാ ഇൻകവും എൻജോയ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവർക്ക് അവരുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അവരും ഹാപ്പി ആയിരിക്കും. സോ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്ത് പോകുമ്പോൾ ഫസ്റ്റ് ലെവലിൽ 20%, സെക്കൻഡ് ലെവലിൽ 5%, 3, 4, 5 ലെവലിൽ 3% വീതം, 6, 7, 8 ലെവലിൽ 2% വീതം, 9 മുതൽ 12 ലെവലിലേക്ക് 1%, അതും കഴിഞ്ഞ് റാങ്ക് ബോണസ് 4 മുതൽ 16%. സോ സ്മാർട്ട് കോൺട്രാക്റ്റിൽ നമ്മൾ വാങ്ങുമ്പോൾ ടോപ്പ് റാങ്കിൽ എത്തിയാൽ 36% വരെ നമുക്ക് ഇൻകം എടുക്കാം. 36%. ഒരു ബിസിനസ്സിൽ നിന്ന് 36% ഇൻകം ഒരാൾക്ക് എടുക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. സിസ്റ്റത്തിന്റെ പവർ എത്രയാണ്. സംതിങ് ഡിഫറെന്റ് അല്ലേ ഈ സിസ്റ്റം? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. എത്ര ഡെപ്തിൽ ഈ സിസ്റ്റത്തെ കുറിച്ച് പഠിക്കണം എന്ന് മനസ്സിലാക്കേണ്ട ഒരു നിമിഷങ്ങളാണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ നിമിഷങ്ങളിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിന്തകൾ കടന്നു വരണം. പവർഫുൾ ആയ സിസ്റ്റങ്ങളാണ് ലോകത്തെ എല്ലായിടത്തും മാറ്റങ്ങൾക്ക് കാരണമായി തീർന്നത്. ഇപ്പൊ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് പോയി തിരിച്ചു വന്നു, 21 ദിവസമേ എടുത്തുള്ളൂ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് പോയാൽ തിരിച്ചു വരിക എന്നുള്ളത്. പക്ഷേ കൃത്യമായി പോയി തിരിച്ചു വന്നു, 21 ദിവസം കൊണ്ട് വന്നു. പിറ്റേ ദിവസം മുതൽ അദ്ദേഹം മീഡിയയുടെ മുമ്പിൽ ഇറങ്ങിത്തിരിക്കുന്നു. ഒരുപക്ഷെ ബഹിരാകാശ സഞ്ചാരികളെല്ലാം പോയി തിരിച്ചു വരുമ്പോ കുറെ കാലഘട്ടം അദ്ദേഹത്തെ കാണാൻ പോലും പറ്റില്ല എന്നൊരു ഇമേജ് ആയിരുന്നു ഒരുപക്ഷെ സമൂഹത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതെല്ലാം പൊളിച്ചടക്കി സാധാരണ യാത്ര പോയി വരുന്നത് പോലെ പിറ്റേ ദിവസം മുതൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അവർക്ക് നടക്കാൻ സാധിക്കുന്നു. ഇത് വലിയൊരു സൂചനയാണ്. ടെക്നോളജി അത്രമാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്നു. സോ ഉഡ ടെക്നോളജി ലോകത്തെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾക്ക് വലിയൊരു സൊല്യൂഷനാണ്. ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോ ഫോളോ ചെയ്യുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഇന്ന് ടെതറോഷൻ പ്ലാറ്റ്ഫോമിലൂടെ ആളുകളുടെ മുമ്പിൽ കിട്ടുകയാണ്. സോ ഒരാൾ കടന്നു വന്ന് രജിസ്റ്റർ ചെയ്തപ്പോൾ പൈസ കിട്ടി, അവർ ട്രേഡിങ്ങിന് വേണ്ടി പണം മുതൽ മുടക്കിയപ്പോ പൈസ കിട്ടി. കഴിഞ്ഞില്ല, അവർ പ്രോഫിറ്റ് എടുക്കുമ്പോൾ മാർക്കറ്റ് പ്ലേസിൽ അത് സെല്ല് ചെയ്യുമ്പോൾ 4% സർവീസ് ചാർജ് കൊടുക്കും. ആ 4% ബേസ് ചെയ്തുകൊണ്ട് 39% 12 ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ലെവൽ 1-ൽ 15%, ലെവൽ 2-ൽ 5%, ലെവൽ 3, 4, 5-ൽ 3%, 6, 7, 8 ലെവലിൽ 2% വീതം, 9 മുതൽ 12 ലെവലിലേക്ക് 1% വീതം. ഇതിനെല്ലാം ഒരേ ഒരു ക്രൈറ്റീരിയ, അത് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്താൽ മതി. $100 പേഴ്സണൽ ID, 5 ഡയറക്റ്റ് റെഫറൽ, $500 ഡയറക്റ്റ് ബിസിനസ് വോളിയം. സോ $20-200 കടന്നു വരാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ, $20-200 5 പേരെ സ്പോൺസർ ചെയ്യാൻ ഒരാൾക്ക് പറ്റുമെങ്കിൽ,
തീർച്ചയായും ഈ സിസ്റ്റം പറയുന്ന എല്ലാ ഇൻകങ്ങളും അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഒരു വിശ്വാസം, ഒരു ബിലീഫ് ലെവൽ, ഒരു ടീം വർക്ക്, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് ടീമിനെ വാർത്തെടുക്കാൻ നമ്മൾ തയ്യാറായ മാത്രം മതി. ആ ടീമിനെ വാർത്തെടുക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യണം? ലോകത്തെ എല്ലായിടത്തും സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ ടീം വർക്ക് വേണം. ടീം വർക്ക് ഇല്ലാതെ ഒരു സക്സസും ലോകത്ത് ഒരിടത്തുമില്ല. സോ ആ ടീം വർക്ക് ചതുരോഷം പ്ലാറ്റ്ഫോമിലേക്ക് ഒന്ന് കൊണ്ടുവന്നാൽ വരുന്ന എല്ലാവരുടെയും റോള് 20-200 എൻ്റർ ആകുക. ഏറ്റവും മിനിമം റോൾ അതാണ്. 5 ഡയറക്ട് റഫറൽ എടുക്കുക. ഇതൊരു ഒരു ഒരു സിസ്റ്റമായിട്ട് ഒന്ന് ഫോളോ ചെയ്താൽ ഈ പറയുന്ന സിൽവറും ഗോൾഡും എമറാൾഡും ഡയമണ്ടും എല്ലാം ഈസി ആയിട്ട് നമുക്ക് വിൻ ചെയ്യാൻ സാധിക്കും. ഇത് പറയുന്നത് കഴിഞ്ഞ 1 വർഷം 15 മാസം ഈ സിസ്റ്റത്തിന് പുറകെ നിന്നപ്പോ ഞാനും ഒരു ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞു. ഇന്ന് ഡയമണ്ട് റാങ്ക് എത്തുന്ന ആളുകളുടെ എണ്ണം കൂടാൻ പോവുകയാണ്. സിസ്റ്റത്തിൽ ഇപ്പോൾ ഡയമണ്ട് റാങ്കുകാരുണ്ട്, എമറാൾഡ് റാങ്കുകാരുണ്ട്. അവരെല്ലാം ഡയമണ്ടിലേക്ക് കുതിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് റാങ്ക് വരണമെന്ന് അറിയോ? നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ടല്ലോ, $100, 5 ഡയറക്ട് റഫറൽ, $500 ബിസിനസ് വോളിയം. ഇത് നിൽക്കുന്ന സമയത്ത് ഒരു $4500 ബിസിനസ് വോളിയം ടീമിൽ വന്നാൽ മതി. ടോട്ടൽ $5000 ടേൺ ഓവർ എത്തുമ്പോൾ നമ്മൾ സിൽവർ റാങ്കിലെത്തി. 4% എക്സ്ട്രാ ഇൻകം നമുക്ക് വർദ്ധിക്കും. സോ 10 14 ആകും, 20 24 ആകും, 15 19 ആകും. 10 എവിടെയാ? രജിസ്ട്രേഷൻ പ്ലാറ്റ്ഫോമിൽ. 20 എവിടെയാ? ടോവ സ്മാർട്ട് കോൺട്രാക്റ്റിൽ ബൈ ചെയ്യുമ്പോൾ. 15 എവിടെയാ? മാർക്കറ്റ് പ്ലേസ് സെല്ല് കൊടുക്കുമ്പോൾ. കണ്ടോ, വോളിയം മാറുകയാണ്. അങ്ങനെ നമുക്ക് 5 ലൈനുകളുണ്ട് മിനിമം. അതിൽ 2 ലൈനിൽ സിൽവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. $25,000 ബിസിനസ് വോളിയം ടീമിൽ വന്നു. ഗോൾഡ് റാങ്കിലെത്തി. 8% ഇൻകം മാറി. അവിടെ സിൽവർ റാങ്കുള്ള ലൈനിൽ 4% സിൽവർക്കും ബാക്കി 4% ഗോൾഡ് റാങ്കുകാരനും. അപ്പൊ സെയിം റാങ്ക് വന്നാലോ 0 ആയിരിക്കും. അപ്പൊ അടുത്ത റാങ്കിലേക്ക് പോയിക്കൊള്ളണം. അടുത്ത റാങ്കിൽ എത്തുമ്പോ 2 ഗോൾഡ് റാങ്ക്, $1 ലക്ഷം ബിസിനസ് വോളിയം. എമറാൾഡിലെത്തി. 12% ഇൻകം മാറി. അടുത്തത് 2 എമറാൾഡിങ് ഡിഫറെന്റ് ലൈൻസ്, $5 ലക്ഷം ബിസിനസ് വോളിയം. 16% നമ്മുടെ ഇൻകം മാറും. സോ ഫസ്റ്റ് ലെവൽ 10 എന്നുള്ളത് 26 ആയി, 20 എന്നുള്ളത് 36 ആയി, 15 എന്നുള്ളത് 31 ആയി. ഇവിടെ എമറാൾഡുള്ള ലെഗിലുണ്ട്, അവിടെ നിന്ന് 4% ഗ്യാപ്പ് കമ്മീഷനെ കിട്ടും. എമറാൾഡിന്റെ ലെഗിൽ ഗോൾഡുള്ള ലെഗ് ഉണ്ടാകും, അവിടെ നിന്ന് 4% എമറാൾഡിനും 4% ഡയമണ്ടിനും ആയിരിക്കും. ഡയമണ്ട് ഗോൾഡിന്റെ ലെഗിൽ ഒരു സിൽവർ ലെഗ് ഉണ്ടാകും, അവിടെ 4% സിൽവർക്ക്, 4% ഗോൾഡിന്, 4% എമറാൾഡിന്, 4% ഡയമണ്ടിനായിരിക്കും. അപ്പൊ ഡയമണ്ട് വന്നാലോ റാങ്ക് ബോണസ് കിട്ടത്തില്ല. പക്ഷെ ഒരു ഡയമണ്ട് ലീഡർ ഈ സിസ്റ്റത്തിൽ നിന്ന് ഇൻകം വിഡ്രോ ചെയ്യുമ്പോൾ ഈ സിസ്റ്റം ചില കണ്ടീഷൻസ് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പാക്കേജിന്റെ 300% ഇൻകം ആയിട്ട് വിഡ്രോ ചെയ്യാൻ സാധിക്കുക. അപ്പോ $1000 കൊണ്ട് ഞാൻ ടോവിൽ ബൈ ചെയ്തു. 40% സിസ്റ്റത്തിൽ നിന്ന് വാങ്ങിയത്. ആ 40% $400 മൂന്നിരട്ടി, $1200 വരെ ഇൻകം വിഡ്രോ ചെയ്യാം. ആ ഇൻകം വിഡ്രോ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഇൻകം വിഡ്രോ ചെയ്യണമെങ്കിൽ റീബൈ ചെയ്തേ പറ്റൂ. സോ ആ റീബൈ ചെയ്യുമ്പോൾ സ്പോൺസർക്ക് വീണ്ടും കമ്മീഷൻ കിട്ടും. സോ ഒരു ഡയമണ്ട് ലീഡറെ സംബന്ധിച്ചോളം ആ പർച്ചേസ് പാറ്റേൺ 80-20 ആണ്. $1000 ബൈ ചെയ്താൽ $800 സിസ്റ്റത്തിൽ നിന്നും $200 മാർക്കറ്റ് പ്ലേസിൽ നിന്നും വാങ്ങുമെന്നാണ്. സോ ആ $800 ഇൻകം സ്പോൺസർക്കുള്ളതാണ്. അദ്ദേഹം ഡയമണ്ട് ആണ്, ടീമിൽ ഡയമണ്ട് ഉണ്ട്. പക്ഷെ ഈ ടീമിലുള്ള ഡയമണ്ട് റീബൈ ചെയ്യുമ്പോഴെല്ലാം 36% ആർക്ക് കിട്ടും? സ്പോൺസർക്ക് കിട്ടും. സോ ഡയമണ്ട്സിന്റെ എണ്ണം കൂട്ടാൻ സാധിച്ചാൽ ഈ സിസ്റ്റത്തിൽ കൈ നിറയെ പണം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു ട്രാക്ക് അതോടെ പറഞ്ഞ് ഞാൻ പ്രസന്റേഷൻ അവസാനിപ്പിക്കുകയാണ്. ഈ ട്രാക്കിൽ ഒരാൾക്ക് ജോലി 20-200 എന്ന ഫിഗർ ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ്, വേറെ ഒന്നുമില്ല. 20-200 എന്ന ഫിഗർ ഫോളോ ചെയ്യുക. സോ 20-200 എന്ന ഫിഗർ ഫോളോ ചെയ്യുമ്പോൾ ഒരാൾക്ക് കടന്നു വരാൻ വേണ്ടി മുതൽ മുടക്കുന്ന എമൗണ്ട് 20,250 മാത്രം. 5 ഡയറക്ട് റഫറൽ ചെയ്യുമ്പോൾ ആ 5 പേരും ചെയ്യേണ്ടത് 20,250 മാത്രം. അവരെല്ലാം പ്രോഫിറ്റ് തന്നെ എക്സിറ്റ് ആകും. ആ ട്രേഡ് നടക്കാൻ 30% എത്താൻ, ആ സെൽ ഓർഡർ കൊടുത്ത് ബൈ ഓർഡർ വരുന്ന ക്ലെയിം കിട്ടാൻ, ഇതിനൊക്കെ എടുക്കുന്ന സമയം കാത്തിരുന്നോട്ടെ. പക്ഷെ ആ കാത്തിരിപ്പ് എല്ലാം കഴിഞ്ഞാലും അവർക്ക് കിട്ടുന്ന എമൗണ്ട് 30% പ്രോഫിറ്റ് ഉണ്ട്. അതിൽ 4% സർവീസ് ചാർജ് കഴിഞ്ഞുള്ള എമൗണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടാകും. അതിന് യാതൊരു മാറ്റവും ഈ സിസ്റ്റത്തിൽ ഉണ്ടാകില്ല. സോ വരുന്ന എല്ലാവരും ഹാപ്പി ആയിരിക്കും. വരുന്ന എല്ലാവരും ഹാപ്പി ആണെങ്കിൽ അത്ര 5 പേരെ സ്പോൺസർ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് $10 ടോവിൽ കിട്ടും. കാരണം $20 5 റെഫറൻസ് ചെയ്യുമ്പോൾ 10% വീതം 2 2 2 2 അങ്ങനെ 5 എൻട്രിയിൽ നിന്ന് $10 കിട്ടും.
അവരെല്ലാം $200 വാങ്ങുമ്പോൾ 20% ടോവയിലെ പെർസെൻറ്റേജ്. സോ $200 $80. $80 20%. $80 20% എന്ന് പറയുന്നത് $16 അങ്ങനത്തെ 15 എൻട്രി $80 കിട്ടും. സോ 5 റെഫറൻസ് കഴിയുമ്പോഴത്തേക്കും $90 അവർക്ക് ഇൻകമായി കിട്ടി. ഇൻകമായിട്ട് $90 കിട്ടിക്കഴിഞ്ഞു. അവരുടെ ട്രേഡ് അവിടെ നടക്കുന്നുണ്ട്, അതിന്റെ ഗ്രോത്ത് അവിടെ കിട്ടുന്നുണ്ട്. അത് 30% സെല് ചെയ്യാൻ സാധിക്കും. ദേശീയത $20 $40 എത്തുന്നവരെയും അവർക്ക് വെയിറ്റ് ചെയ്ത് അതും വിഡ്രോ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇവിടെ $90 വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഈ ഒരു മെസ്സേജ് ഈ 5 പേരിലേക്ക് ഒന്ന് കൊടുത്താലോ? അതിനോട് ടീം വർക്ക് അപ്ലൈ ചെയ്താലോ? എന്താണ് ടീം വർക്ക്? നമ്മളും നമ്മുടെ കൂടെ വരുന്ന 5 പേരിൽ ഓരോരുത്തരും ഈ സിസ്റ്റം ചെയ്താൽ കിട്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുക. ഈ ടേബിൾ ഒന്ന് വെച്ച് സംസാരിച്ചാൽ മതി. ആ ബോധ്യപ്പെടുത്തൽ ഉറപ്പായിട്ടും അവർ അവരുടെ 5 പേരെ കൊണ്ടുവരാൻ തയ്യാറാകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഈ ടീം വർക്ക് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ ഡ്യൂപ്ലിക്കേഷനായി. ഡ്യൂപ്ലിക്കേഷൻ സംഭവിക്കുമ്പോൾ 5 പേര് അവരുടെ 5 പേരെ കൊണ്ടുവരുന്ന സാഹചര്യം കൊണ്ടുവന്നാൽ 25 പേരുടെ ടീം നമ്മുടെ കൂടെ വരും. ആ 25 പേർ അവരെല്ലാവരുടെയും റോള് 20-200 ഉള്ളിൽ വരിക എന്ന് മാത്രമാണ്. എങ്കിൽ സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്ന ഇൻകം ടെതറോഷിന് മാത്രം $15, ടോവയിൽ നിന്ന് $100, $115 കൂടെ കിട്ടി. സോ ടോട്ടൽ ഇൻകം $205 ആയി. വെറും 2 ലെവൽ ഡ്യൂപ്ലിക്കേഷൻ നടന്നിട്ടുള്ളൂ. അതും നമ്മുടെ പരിചയത്തിലുള്ള 5 പേരെ കൊണ്ടുവന്നു, അവർ അവരുടെ പരിചയത്തിലുള്ള 5 പേരെ കൊണ്ടുവന്ന പ്രോസസ്സ് നടത്തിയിട്ടുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ട് നടപ്പിലാക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഈ മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന രൂപത്തിലേക്ക് മാറും. അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ വരുമ്പോൾ ആ 25 പേരിൽ ഓരോരുത്തരും 5 പേരെ കൊണ്ടുവരുന്ന സാഹചര്യമാണ്. അതിൽ ഒരാൾ കൊണ്ടുവന്നു, 2 ആൾ കൊണ്ടുവന്നു, 3 ആൾ കൊണ്ടുവന്നു, 4 ആൾ കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടീം വോളിയം $5000 എത്തിയിട്ടുണ്ടാവും. നമ്മൾ സിൽവർ റാങ്കിൽ എത്തിയിട്ടുണ്ടാകും. ബാക്കി 21 പേർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് ലെവൽ ബോണസ് ടെതറോഷനിൽ കിട്ടും, ടോവയിൽ നിന്ന് ലെവൽ ബോണസ് കിട്ടും, പ്ലസ് ടെതറോഷിൽ നിന്നും ടോവയിൽ നിന്നും സിൽവർ റാങ്ക് ബോണസ് അത് 4% വേറെയും കിട്ടും. ടോട്ടൽ ഇൻകം ആ ലെവൽ പൂർത്തീകരിക്കുമ്പോഴത്തേക്കും ഒരു $50 ടെതറോഷിന് കിട്ടിയിട്ടുണ്ടാകും, ഒരു $300 ടോവലിന് കിട്ടിയിട്ടുണ്ടാകും, റാങ്ക് ബോണസ് ആയിട്ട് ഒരു $336 കിട്ടിയിട്ടുണ്ടാകും. സോ ടോട്ടൽ ഇൻകം എത്രയായി? 336 പ്ലസ് 300 636 പ്ലസ് 50 686 പ്ലസ് 200 886 പ്ലസ് 15 $905 $906 നമുക്ക് ഇൻകം കിട്ടുന്ന അവസ്ഥയിലെത്തി. ഒന്ന് ആലോചിച്ച് നോക്കി സുഹൃത്തുക്കളെ. ഈ സമയത്ത് നമ്മുടെ ഐഡി റിന്യൂ ചെയ്യേണ്ടി വരും. കാരണം എന്താ? അത്രയും ഇൻകം നമുക്ക് വന്നു കഴിഞ്ഞു. നമുക്ക് എടുക്കാവുന്ന ഇൻകം എത്രയാ? $80 3 ഇരട്ടി $240 എടുക്കാൻ പറ്റൂ. ബാക്കിയുള്ള ഇൻകം വിഡ്രോ ചെയ്യാൻ റീബൈ ചെയ്യണം. സോ നമ്മുടെ ടോവയുടെ എണ്ണം കൂടി, നമ്മുടെ ട്രേഡിംഗ് വോളിയം കൂടി, അതിൽ നിന്ന് 30% കിട്ടാനുള്ള സാധ്യത കൂടി. സിസ്റ്റം വെറുതെ ഒന്ന് ഹോംവർക്ക് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോ 3ാമത്തെ ലെവൽ സിൽവർ ആയെന്ന് മാത്രമല്ല നമ്മുടെ ട്രേഡിംഗ് വോളിയം നമ്മൾ അറിയാതെ കൂടി. വെറും 20,000 രൂപ 20,250 രൂപ എവിടെന്നെങ്കിലും കടം വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു സുഹൃത്താണെങ്കിൽ പോലും കൃത്യമായ ഒരു ഫോക്കസോടെ പ്രവർത്തനത്തിലൂടെ നേടിയെടുക്കാൻ പോകുന്നത് കോടികളാണ്, കോടികൾ. ഈ സിസ്റ്റം ഒരു 12 ലെവൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കിട്ടാവുന്ന ഇൻകത്തെ കുറിച്ച് ഈ ടേബിളിന്റെ ഏറ്റവും അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൗണ്ട് ചെയ്താൽ മനസ്സിലാവും. 223,48,92,690 രൂപ. വെറുതെ ഒരു 5 പേരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒരു സിസ്റ്റം ടീമിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു 12 ലെവൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. 100% വർക്കൗട്ട് ആയാൽ അപ്പൊ പറയാണ്, സാർ ഇതൊക്കെ നടക്കൂ? വേണ്ട, നിങ്ങൾ 100% ശ്രമിച്ചപ്പോ 1% വർക്കൗട്ട് ആയാൽ 2,23,00,000 ഉറപ്പായിട്ടും കിട്ടും. പോരെ? ചിന്തിക്ക്. ലൈഫിൽ ഒരു 2 കോടി രൂപ ഏൺ ചെയ്യുന്ന ഒരാളായിട്ട് ലൈഫിൽ മാറാൻ പറ്റുന്ന, ചിന്തിക്കാൻ പറ്റാത്ത സമൂഹത്തോടാണ് ഞാൻ സംസാരിക്കുന്നത്. ലൈഫിൽ ആഗ്രഹിക്കുന്നില്ല 2,23,00,000 രൂപ എന്റെ കയ്യിൽ എത്തുമെന്ന്. ഈ സമൂഹത്തിനോട് ഞാൻ സംസാരിക്കുകയാണ്. ഈ സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്താൽ 1% വർക്കൗട്ട് ആകുമെങ്കിൽ 2,23,00,000 രൂപ നിങ്ങളുടെ കയ്യിൽ കിട്ടും. ഇവിടെ ഞാൻ എടുത്ത കണക്കിൽ റീബൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അഡീഷണൽ ഇൻകത്തെ കുറിച്ച് വർക്കൗട്ട് ചെയ്തിട്ടില്ല. 30% ലാഭത്തിൽ എത്തുമ്പോൾ സെല്ല് ചെയ്യുമ്പോൾ 4% ബേസിലുള്ള ഇൻകത്തെ കുറിച്ച് ഞാൻ ഈ ടേബിളിൽ വർക്കൗട്ട് ചെയ്തിട്ടില്ല. വെറുതെ വരുന്നവർ 20-200 കടന്നു വരുമ്പോൾ കിട്ടുന്ന ഇൻകത്തെ കുറിച്ച് മാത്രമേ ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. സോ ഇൻകം ഈ പറയുന്നതൊന്നുമല്ല കിട്ടാൻ പോകുന്നത്. ലൈഫിൽ ഒരു മാറ്റം ആഗ്രഹിക്കുന്നെങ്കിൽ ഈ പോയിന്റ്സ് മനസ്സിൽ വച്ചിട്ട് ഈ സിസ്റ്റത്തെ സമീപിക്കണം. ഒന്ന്, ഇവിടുത്തെ ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ പ്രൈസ് ഗ്രോത്തിന് കാരണമായി തീരുന്നത്. ട്രാൻസാക്ഷൻ കൂടിയാൽ പ്രൈസ് ഗ്രോത്തിന് സ്പീഡ് കൂടും.
ട്രാൻസാക്ഷൻ കുറഞ്ഞാൽ പ്രൈസ് ഗ്രോത്തിന്റെ സ്പീഡ് കുറയും. സോ ട്രാൻസാക്ഷൻ കൂട്ടാൻ നമ്മൾ ഒരുമിച്ച് ശ്രമിച്ചാൽ മാത്രം മതി. 2, ചതുരോഷൻ നമുക്ക് കിട്ടിയ യൂണിറ്റ്സ് ഉണ്ട് $20. അവിടെ വേണമെങ്കിൽ $100, $500, $1000 ഒക്കെ വേണ്ടി മുതൽ മുടക്കാം. ആ മുതൽ മുടക്കുന്ന എല്ലാം 200% റേഞ്ചിലാണ് നമുക്ക് സെല് ചെയ്യാൻ സാധിക്കുക. അതിൽ കൂടുതൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ റീബൈ ചെയ്ത് ലിമിറ്റ് കൂട്ടി മാത്രമേ നമുക്ക് സെല് ചെയ്യാൻ സാധിക്കൂ. റീബൈ ചെയ്യുന്നത് $20 മുതൽ $1000 ഏത് എമൗണ്ട് കൊണ്ടും റീബൈ ചെയ്യാൻ സാധിക്കും. ടോവ യൂണിറ്റ് അതൊരു ട്രേഡിലേക്ക് നമ്മൾ കടന്നു വന്നാൽ 30% ഗ്രോത്ത് എത്തുമ്പോൾ നമ്മൾ സെല്ല് ചെയ്തേ പറ്റൂ. 30% മുമ്പ് സെല്ല് ചെയ്യാൻ സാധിക്കില്ല. 30% ശേഷം കാത്തിരുന്ന് സെല്ല് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനവുമില്ല. സോ 30% എത്തുമ്പോൾ സെല്ല് ചെയ്യുന്നതിൽ നമ്മൾ ഫോക്കസ് ചെയ്തേ പറ്റൂ. ഒരു സെൽ ഓർഡർ നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ അടുത്ത സെൽ ഓർഡർ പ്ലേസ് ചെയ്യണമെങ്കിൽ അത് കംപ്ലീറ്റ് ആകണം. അത് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഒരു ബൈ ഓർഡർ വരുന്നത് വരെ നമ്മൾ കാത്തിരുന്നേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് ക്ലെയിം കിട്ടുക. അങ്ങനെ ക്ലെയിം കിട്ടിക്കഴിയുമ്പോൾ അടുത്ത സെൽ ഓർഡർ പ്ലേസ് ചെയ്യാൻ ഒരു 50% എമൗണ്ട് കൊണ്ട് വീണ്ടും റീബൈ ചെയ്യണം. ഇവിടെയാണ് സിസ്റ്റത്തിന്റെ റിയൽ സയൻസ് വർക്ക്ഔട്ട് ആകുന്നത്. ഇതെല്ലാം സിസ്റ്റത്തിൽ നടന്നു പോയിക്കോളും. എന്നാൽ നമുക്ക് വർക്ക് ചെയ്താൽ ഓരോ പ്ലാറ്റ്ഫോമിൽ നമ്മൾ മുതൽ മുടക്കിയ എമൗണ്ടിന്റെ 300% ഇൻകം ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും. ഫോക്കസ് ഓൺ ഇൻകം. ലൈഫിൽ ഒരു മിറാക്കിൾ ആയിട്ട് ടെതറോഷൻ മാറും. USDT അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, ഒരു സോളിഡ് ടീമിനെ ബിൽഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ലോങ് ടൈം പ്രൊജക്ട്. അതാണ് www.tetherocean.com. ഈ സിസ്റ്റത്തിലേക്ക് ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മിനിമം 1 വർഷം ഒരു ട്രേഡ് ചെയ്യുന്ന രൂപത്തിലേക്ക് അവരെ ഫോക്കസ് ചെയ്യിപ്പിക്കുക. ആ ട്രേഡ് ഒരുപക്ഷെ 3 മാസം കൊണ്ട് ട്രേഡ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടാകും. സോ 3 മാസം കൊണ്ട് 30% ഗ്രോത്ത് കിട്ടുന്ന അവസ്ഥയായി. 4 മാസം കൊണ്ടായിരിക്കും ഒരുപക്ഷെ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആകുക. സോ 4 മാസം കൊണ്ട് 30% ഗ്രോത്ത് കിട്ടുന്ന അവസ്ഥയിലേക്ക് മാറി. സോ 4 മാസത്തിൽ 30% ഗ്രോത്ത് ആണെങ്കിൽ ഒരു വർഷത്തിൽ 3 ട്രേഡ് അവർക്ക് ചെയ്യാൻ സാധിക്കും. വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കൂ. ഒരു $10,000 ഉപയോഗിച്ച് ഒരു 3 ട്രേഡ് ഒരു വർഷത്തിൽ ചെയ്യാൻ സാധിച്ചാൽ ടെതറോഷനിൽ നിന്ന് അവർക്ക് കിട്ടാൻ പോകുന്ന ഇൻകത്തെ കുറിച്ചൊന്ന് വർക്കൗട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കൂ. ഇനി 3 മാസത്തിലുള്ള ട്രേഡ് ആണെങ്കിൽ 4 ട്രേഡ് ഒരു വർഷം ചെയ്യാൻ സാധിക്കും. ഇനി മാസത്തിലൊരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഒരു വർഷത്തിൽ 12 ട്രേഡ് ചെയ്യാൻ സാധിക്കും. ആഴ്ചയിൽ ഒരു ട്രേഡ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് സിസ്റ്റം ഗ്രോ ചെയ്താൽ ഗ്രോ ചെയ്യുമോ? തീർച്ചയായും ചെയ്യും. കാരണം ട്രാൻസാക്ഷൻ കൂടിയാൽ ലിക്വിഡിറ്റിയിലേക്ക് വരുന്ന എമൗണ്ട് കൂടും. ലിക്വിഡിറ്റിയിലെ എമൗണ്ട് കൂടിയാൽ സിസ്റ്റം ഗ്രോ ചെയ്യാൻ തുടങ്ങും. ആ ഗ്രോത്ത് ആർക്കും പിടിച്ചു കെട്ടാൻ സാധിക്കില്ല. കാരണം ഇതൊരു 100% ഡീസെൻട്രലൈസ്ഡ് പ്രോഗ്രാം ആണ്. സോ സുഹൃത്തുക്കളെ, ടെതറോഷൻ അത് സംതിങ് വ്യത്യസ്തമാണ്. ഇതുവരെ നമ്മൾ കേട്ടതോ മനസ്സിലാക്കിയതോ എല്ലാം ഇതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിൽ കൃത്യമായിട്ട് ടെതറോഷൻ എന്താണെന്ന് പഠിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകുക. സോ ഫോക്കസ് ഓൺ ടെതറോഷൻ വുഡ പ്രൊജക്ട്, വാല്യൂ അപ്പ് ഡിജിറ്റൽ അസറ്റ്. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഈ സിസ്റ്റം കടന്നു വരുന്നത് 2024 ഏപ്രിൽ 2-ാം തീയതിയാണ്. ഏപ്രിൽ 2-ാം തീയതി ഞാൻ കടന്നു വരുമ്പോൾ ഈ സിസ്റ്റത്തെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ മാത്രം, പക്ഷെ കൃത്യമായിട്ട് പഠിക്കാൻ തയ്യാറായി. മെയ് 7-ാം തീയതി വരെയുള്ള സമയം ഞാൻ ഇത് പഠിക്കാൻ ഉപയോഗിച്ചു. പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, എന്റെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ടെതറോഷനിൽ ഉണ്ട്. സോ ഏറ്റെടുത്തു. മെയ് 7-ാം തീയതി മുതൽ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തെല്ലാം ഈ സിസ്റ്റത്തിൽ ഞാൻ ഉപയോഗിച്ച ഏറ്റവും മിനിമം ഒരു ടൂൾ ഉണ്ട്. ഇന്നും ഒരു പ്രസന്റേഷൻ ചെയ്തപ്പോൾ ഞാൻ ആ ടൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ടെതറോഷൻ യൂണിറ്റ് സെല്ല് ചെയ്യാൻ വളരെ ഈസിയാണെന്നുള്ള സംഗതി. ഒരു യൂണിറ്റ് സെല്ല് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ സെക്കൻഡ്സിലെ പേയ്മെന്റ് വരുന്നത് കാണുമ്പോൾ പബ്ലിക്കിന് ഒരു കാര്യം മനസ്സിലാവും, ടെതറോഷൻ ഇതുവരെ നമ്മൾ കണ്ടതുപോലെയല്ല. ഇതുപോലെ പല പ്രൊജക്റ്റിലും നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ ഈസിയാണ്, പക്ഷെ റിട്ടേൺ എടുക്കാൻ ഭയങ്കര ടഫാണ്. പക്ഷെ സിസ്റ്റം അങ്ങനെയല്ല. ടെതറോഷനിൽ ഏത് ആംഗിളിലായിക്കോട്ടെ, ഒരു ഇൻവെസ്റ്റ്മെന്റ് പൂൾ ഇൻകം ആയിക്കോട്ടെ, ടെതറോഷൻ കോയിൻ സെല്ലിംഗ് ആയിക്കോട്ടെ, ഇൻകം വന്നതായിക്കോട്ടെ, ടോവയിൽ ബൈ നടക്കുന്ന പ്രോസസ് ആയിക്കോട്ടെ, ടോവയിൽ ഒരു ഇൻകം വന്ന പ്രോസസ് ആയിക്കോട്ടെ, ടോവയിൽ ട്രേഡർ പൂൾ ഇൻകം വന്ന പ്രോസസ് ആയിക്കോട്ടെ, ഒരു സെൽ ഓർഡർ കൊടുത്ത് ബൈ നടന്ന് ക്ലെയിം കിട്ടിയാൽ ആ ക്ലെയിം ബട്ടൺ ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് വരുന്ന സിസ്റ്റം ആയിക്കോട്ടെ, എല്ലാം ഇൻസ്റ്റന്റ് ആണ്. എല്ലാം ഇൻസ്റ്റന്റ് ആണ്. സോ ഇൻസ്റ്റന്റ് ആയി നിൽക്കുന്ന ഈ പ്രോസസ്സിന്റെ റിയാലിറ്റി ഞാൻ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു 25 പേരെ സ്പോൺസർ ചെയ്യാൻ എനിക്ക് സാധിച്ചു. ആ 25 പേരുടെ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്ത് പോയപ്പോ അതിൽ കൂടെ നിന്നത് 8 പേരായിരുന്നു. ആ 8 പേരുടെ കൂടെ നിന്ന് ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തപ്പോ ആ 8 പേർ 2 പേർ എമറാൾഡ് റാങ്കിലെത്തി. ടോട്ടൽ ബിസിനസ് വോളിയം $5 ലക്ഷം എത്തുന്ന സമയം എത്തിയപ്പോ ഞാൻ ഡയമണ്ട് റാങ്കിലെത്തി. ഇപ്പൊ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്
എന്റെ ഡയറക്റ്റ് ലൈനിലുള്ള ഏത് ആളായിക്കോട്ടെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് ടീമിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനെന്നറിയോ? ഞാൻ എത്തിയ ഡയമണ്ട് റാങ്കിലേക്ക് 10 പേരെ 10 ലൈനിൽ എത്തിക്കണം. എന്തിനാണ് 10 പേരെ 10 ലൈനിൽ എത്തിക്കണം ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം $10,000 വിഡ്രോ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് എനിക്ക് ഈ സിസ്റ്റത്തിൽ മാറണം. ഒരു ദിവസം $10,000 വിഡ്രോ ചെയ്യുന്ന ലെവലിലേക്ക്. സോ സിസ്റ്റം വെരി സിമ്പിൾ ആണ്. ഏറ്റെടുത്താൽ വിജയിക്കാൻ പറ്റുന്ന ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം, ലോകം മുഴുവൻ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റം. ഇന്ന് ഞാൻ എന്റെ ടീം മെമ്പേഴ്സിനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇന്റർനാഷണൽ ലെവൽ ടീം ഡെവലപ്പ് ചെയ്യൂ. എനിക്ക് അവിടെ പോകാൻ ആഗ്രഹമുണ്ട്, ടീം വർക്കിന് വേണ്ടി അവിടെ മീറ്റിംഗ് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഇന്റർനാഷണൽ ലെവൽ പ്രോഗ്രാമിലേക്ക് നമുക്ക് ഇറങ്ങി തിരിച്ചാൽ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി, ഒരുപക്ഷെ എലൺ മസ്ക് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ടെദ്രോസ് എന്ന പ്ലാറ്റ്ഫോമിലൂടെ, വുഡ ടെക്നോളജിയിലൂടെ എനിക്കും ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കും. അത് സാധിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ബിസിനസിനെ കോർഡിനേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ ഈ പ്രസന്റേഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നു. താങ്ക് യു. ഓക്കെ താങ്ക് യു മജീദ് സാർ. വളരെ മനോഹരമായിട്ട് ഈ ആശയം വളരെ സിമ്പിളായിട്ട് ടീം ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഏത് രീതിയിൽ രക്ഷപ്പെടാം എന്ന് നമുക്ക് അവതരിപ്പിച്ചു തന്ന നമ്മുടെ പ്രിയപ്പെട്ട മജീദ് സാറിന് കമ്പനിയുടെ ഡയമണ്ട് ഒരു നന്ദി അർപ്പിക്കുന്നു. ഓക്കെ, വെൽക്കം സാർ, വെൽക്കം. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് പരിചയപ്പെടാം. ഈ ബിസിനസ് ആശയത്തിലൂടെ നല്ല ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ഡയമണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡയമണ്ട് ഫാക്ടറി, മിസ്റ്റർ ഫിജോ സാർ. ഈ സിസ്റ്റത്തിലൂടെ നല്ല അച്ചീവ്മെന്റ് നേടിക്കൊണ്ടിരിക്കുന്ന ഫിജോ സാറിന്റെ വാക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. പ്ലീസ് വെൽക്കം ഫിജോ സാർ. താങ്ക് യു സജർ സാർ, താങ്ക് യു. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, ഞങ്ങള് ഒരു വർക്കിന്റെ ഭാഗമായിട്ടുള്ളൊരു യാത്രയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. വളരെ നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷമാണ്. കേരളത്തിലുടനീളം നല്ല മഴയാണ്. പക്ഷെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം കൂടി ഇതിലുണ്ട്. കാരണം ഒരുവിധം എല്ലാവർക്കും പൈസ ആവശ്യമുള്ള ഒരു സമയമാണ് ഇപ്പോൾ. കാരണം അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും ജോലി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം മഴ കാര്യങ്ങൾ, ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അതുകൊണ്ടൊക്കെ അവര് ആ ഒരു ജോലി മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് പലയിടങ്ങളിലും. പക്ഷെ അവർക്കൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഓൺലൈനിലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇപ്പൊ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സ്വന്തമായിട്ട് പഠിക്കുക, അതുപോലെ തന്നെ ആ ഒരു പഠിച്ച കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മജീദ് സാറ് പറഞ്ഞതുപോലെ വളരെ നല്ലൊരു അച്ചീവ്മെന്റിലേക്കും വളരെ നല്ലൊരു ഇൻകം പൊട്ടൻഷ്യൽ നേടിത്തരുന്ന ഒരു സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അതിൽ ലെവലിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആയാലും നമ്മളൊരു വ്യക്തിയുടെ നിന്ന് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു എമൗണ്ട് ആണെന്നുണ്ടെങ്കിലും 100% അഷുറൻസ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇന്ന് മാർക്കറ്റിൽ പല വിധത്തിലുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രൊജക്റ്റുകളുണ്ട്. പക്ഷെ നമുക്ക് 100% വിശ്വാസത്തോടെ നെഞ്ചത്ത് കൈവച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ടെദ്രോഷൻ മാത്രമാണ്. കാരണം ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നാണ്. ഞാൻ ചെയ്തിട്ടുള്ള ആ ഒരു വോളിയം ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇപ്പോൾ ടീമിനോട് അല്ലാതെ ഈ സൂമിലോട് കോൺഫറൻസിലോട് പറയാൻ പറ്റുന്നത്. കാരണം ഒരു തുടക്കക്കാരൻ എന്നുള്ള രീതിയിൽ ആ ഒരു ബിഗിനിങ് സ്റ്റേജിൽ തന്നെ ടെദ്രോഷനോട് കൂടി അസോസിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റി. ഇപ്പൊ മജീദ് സാറ് പറഞ്ഞു ആ ഒരു ടൈമിൽ തന്നെ, അതായത് മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ 8 ഞാൻ ഈ സിസ്റ്റത്തിൽ അസോസിയേറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് തന്നെ വളരെ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്കൊരു വ്യക്തമായിട്ടുള്ളൊരു ഗൈഡ് ലൈൻ നമ്മുടെ ഇതിന്റെ ഫൗണ്ടേഷനിലേക്ക് നിന്ന് കിട്ടിയത് ഇതിന്റെ ലിക്വിഡിറ്റി പൂൾ. ആ ഒരു സിസ്റ്റം മറ്റുള്ള ഏത് സിസ്റ്റത്തിനേക്കാളും വ്യത്യസ്തമാക്കിയിട്ടുള്ള ആ ഒരു സിസ്റ്റം ഇതിന്റെ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വാലറ്റിൽ ലിക്വിഡിറ്റി കീപ്പ് ചെയ്യണമെന്നുള്ളതാണ്. ആ ഒരു കോൺഫിഡൻസ് ആണ് നമ്മൾ കസ്റ്റമേഴ്സിനോടും അതുപോലെ തന്നെ നമ്മൾ പുതിയ ടീം മെമ്പേഴ്സിനോടും കൊടുക്കാൻ പറ്റിയത്. അത് 100% ഇതുവരെ ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം കൂടിയാണ് ടെദ്രോഷൻ. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് ഫിജോ ജോസഫ്, വീട് തൃശ്ശൂരാണ്, കുന്നംകുളത്താണ്. നമ്മൾ ഈ ടെദ്രോഷനിൽ വരുന്നതിന് മുൻപ് ഇപ്പൊ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ ഒരു കാറ്റഗറിയിലുള്ള ഒരു സംഭവമാണ് കാർബൺ എന്ന് പറയുന്നത്.
ആ കാർബൺ നല്ല രീതിയിൽ പ്രഷർ ചെയ്ത് നല്ല രീതിയിൽ മോൾഡ് ചെയ്ത് അതിന് വേണ്ടുന്ന ആ ഒരു മെഷർമെന്റിൽ പോളിഷ് ചെയ്ത് എടുക്കുമ്പോഴാണ് അത് വളരെ വാല്യൂ ഉള്ള ഒരു ഡയമണ്ടായി മാറുന്നത്. ഇപ്പൊ നമ്മളെല്ലാവരും, ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാം, ഞാനൊരു കാർബൺ എന്നുള്ള രീതിയിൽ വില കുറഞ്ഞ ഒരു അസറ്റായിരുന്നു. അതിൽ ഈ ടെദ്രോഷനിൽ വന്നതിന് ശേഷം ആണ് ശരിക്കുള്ള ആ ഒരു ടീം വർക്കിലൂടെ, നല്ലൊരു രീതിയിലൊരു പ്ലാനിങ്ങിലൂടെ, നല്ല രീതിയിൽ ആ ഒരു സാക്രിഫൈസ് ചെയ്തുകൊണ്ട്, കാരണം നമ്മളിപ്പോൾ എല്ലാവർക്കും അറിയാം നല്ല തണുപ്പുള്ള സമയമാണ്, നമുക്ക് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാലാവസ്ഥ ഉറങ്ങാനുള്ള അനുകൂലമായിട്ടുള്ള ഘടകങ്ങളാണ്. പക്ഷെ അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് നമ്മളൊരു സിസ്റ്റമാറ്റിക്കിലൂടെ നമുക്കൊരു കുറച്ച് പെയിൻ എടുത്തെങ്കിൽ മാത്രമേ ഗെയിൻ ഉള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു രീതിയിൽ പെയിൻ എടുക്കാൻ വില്ലിങ് ആയപ്പോൾ ആണ് നമുക്ക് ഒരു വില കൂടിയിട്ടുള്ള ഒരു അസറ്റ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സ്ഥാനം നമുക്ക് നേടിത്തരാൻ ഈ ടെദ്രോഷൻ കാരണമായത്. ഇപ്പോ ആ ഒരു ഡയമണ്ട് എന്നുള്ള ഒരു പദവിയിലാണ് ഞാൻ നിൽക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള ഒരു ടീം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒരു 6 എമറാൾഡ് എൻ്റെ ടീമിലുണ്ട്. എൻ്റെ ടീമിൽ തന്നെ വേറൊരു ഡയമണ്ടും കൂടി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ഒരു നല്ലൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തപ്പോൾ, കാരണം എന്താ വെച്ചാൽ ഒരു സിസ്റ്റം ഉണ്ട്. ടെദ്രോഷൻ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം കറക്റ്റായിട്ട് പഠിക്കുക, അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, അത് ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, അത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ആ ഒരു കാര്യത്തിലൂടെ മാത്രമേ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, ടീമിനെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് പുതിയ ഉയരങ്ങൾ കീഴടക്കാനും നമ്മുടെ ടീമിൽ ഒരുപാട് ഡയമണ്ടിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു ഫിജോസ് സാർ. തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ച ദിവസം തിരക്കുകൾ എല്ലാം മാറ്റി വെച്ചുകൊണ്ട് 9 മണി മുതൽ ഈ സമയം വരെയും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഈ ആശയം സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്ന് പുതിയതായിട്ട് ഈ ആശയം കേൾക്കുന്ന ആളുകൾ, ആശയം കേട്ടത് നമ്മളാണ്. നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്തത്, ഇതിൽ നിന്ന് ഏതെങ്കിലും ഭാഗം മനസ്സിലാകാത്തുണ്ടെങ്കിൽ അദ്ദേഹത്തോട് ഷെയർ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് ഒന്ന് അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു ടീമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജീവിതത്തിലെ സാമ്പത്തികമായിട്ടുള്ള ഏത് പ്രതിസന്ധിയെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അത്തരത്തില് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം എല്ലാ ദിവസങ്ങളിലും തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും 9 മണിക്ക് മലയാളം സൂമും മറ്റുള്ള ദിവസങ്ങളിൽ തമിഴും ഒപ്പം ഹിന്ദി സൂമും നമുക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കൂടുതൽ പഠിച്ച് കൂടുതൽ ഉയരത്തിലേക്ക് എത്തി കൂടുതൽ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.